10 ലക്ഷം രൂപയ്ക്ക് 700 സ്ക്വയർ ഫീറ്റിൽ 2 റൂമുകളോട് കൂടിയ ഈ ഒരു വീട് കേരളത്തിൽ എവിടെയും നിർമ്മിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്. കുറച്ചുകൂടി അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കും ഇതിന് ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരാണോ, അതുപോലെ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നവരാണോ, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വീടിനെ പറ്റിയുള്ള ബഡ്ജറ്റും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ക്ലിയർ ആവുന്നതാണ്. എപ്പോഴും നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷനുമാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ നമുക്ക് ബഡ്ജറ്റായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് എമൗണ്ടിലും സെലക്ട് ചെയ്യാവുന്ന മെറ്റീരിയലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെട്ടുകല്ലിൽ ചെയ്യാം, അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്യാം. രണ്ടും തമ്മിൽ ഒരു 20% ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫുള്ളി ട്രഡീഷണൽ വിത്ത് കണ്ടംപററി സ്റ്റൈലുള്ള ഈ ഒരു വീട് 2 റൂമുകളോട് കൂടി കേരളത്തിലെവിടെയും 10 ലക്ഷത്തിന് നിർമ്മിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ഈ പ്ലാനും 3D എലിവേഷനും ഇന്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ റേറ്റ് പറയുന്നത് എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ ക്ലയൻറ്റ് കൊടുത്ത് ചെയ്യിക്കുമ്പോഴുള്ള റേറ്റ് ആണ്. എപ്പോഴും ഒരു 20% പ്രോഫിറ്റ് ഏതൊരു കോൺട്രാക്ടർക്കും കിട്ടുന്നതാണ് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിലും. അങ്ങനെ വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 20% ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഞ്ചിനീയറെ സൂപ്പർവിഷൻ ചാർജ് കൊടുത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റും അതുപോലെ തന്നെ വർക്ക് ക്വാളിറ്റിയും 100% ഉണ്ടാവുന്നതാണ്. ആദ്യം ഇനി ഈ ഒരു 3D എലിവേഷൻ്റെ പ്ലാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീടിൻ്റെ പ്ലാന് 700 സ്ക്വയർ ഫീറ്റിൽ 2 റൂമുകളോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ വീതി 2 മീറ്ററും 145 ഫീറ്റോളാണ് സിറ്റ് ഔട്ടിൻ്റെ വീതി നൽകിയിരിക്കുന്നത്. അപ്പോൾ 2/1.4 മീറ്ററാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് വിത്ത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു 3 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഡൈനിങ് സ്പേസും ലഭിക്കുന്നു. 6 സീറ്ററോട് കൂടിയ ഡൈനിങ് സ്പേസുമാണ് ലഭിക്കുന്നത്. ഏറ്റവും സ്ക്വയർ ഫീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബഡ്ജറ്റായെന്ന് ചെയ്യാവുന്ന രീതിക്കാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 റൂമാണ്. 2 റൂമിനും കൂടി ഒരു കോമൺ ടോയ്ലറ്റ്, സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. 2 റൂമിൻ്റെയും സൈസ് വരുന്നത് 10x10 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നോർമൽ 10x10 റൂം സൈസാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ 10x11 ഫീറ്റിൻ്റെ കിച്ചൺ സ്പേസാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള എൽ ഷേപ്പിലുള്ള സ്ലാബെല്ലാം നൽകി കഴിഞ്ഞാൽ ഫ്രിഡ്ജും അതുപോലെ തന്നെ സിങ്കും സ്റ്റൗവും ഒക്കെ കൊടുക്കാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ബഡ്ജറ്റായി ഒരു 2 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിക്കാവുന്ന രീതിക്കാണ്. ബഡ്ജറ്റായി 10 ലക്ഷത്തിന് ഫിനിഷ് ആവുന്ന രീതിക്കാണ് ഈ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റും ഇൻസൈഡ് അളവെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമേജ് ഇതാണ്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 മീറ്റർ വീതി സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൽ ഷേപ്പിലായി ഒരു സ്ലാബ് എല്ലാം നൽകി സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് വലുപ്പമുള്ള പോലെ തോന്നും. അതുപോലെ തന്നെ വീതി 1.5 മീറ്ററാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫിംഗ് സ്റ്റൈൽ ഈ സിറ്റ് ഔട്ട് ഒരു 1 സൈഡ് സ്ലോപ്പ് പാരപ്പറ്റ് നൽകി, ചെറിയൊരു സ്ലോപ്പ് 1 സൈഡ് സ്ലോപ്പ് നൽകി. ഇത് റൈറ്റ് സൈഡ് ബെഡ്റൂമിനോട് കണക്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം 1000 സ്ക്വയർ ഫീറ്റ് കണ്ടാൽ മതി പോകുന്ന തരത്തിലാണ്, അത്യാവശ്യം വൃത്തിയോട് കൂടി തന്നെയാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ ഏരിയ ഇവിടെ ജസ്റ്റ് പാരപ്പറ്റ് നൽകി 3 മീറ്റർ ഹൈറ്റിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിലെ ബെഡ്റൂമിൻ്റെ വിൻഡോൻ്റെ ഷെയ്ഡും ഒരു സ്ലോ പ്രൂഫ് ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് നോർമൽ പാരപ്പറ്റ് നൽകി റൂഫ് ഇത് ഷെയ്ഡ് ഡിസൈന് സ്ലോപ്പ് തന്നെയാണ് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുള്ളത്. ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് 10 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഫുൾ ഫിനിഷിംഗ് റേറ്റ് പറയുന്നത് വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യുമ്പോഴുള്ള റേറ്റാണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ വേറെ ക്ലാഡിംഗ് വർക്കോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പില്ലറുമ്പലും അതുപോലെ തന്നെ ഇൻസൈഡ് വാളിലും ഒരു ടെക്സ്ചർ പെയിൻറ്റ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോറിനോട് ചേർന്ന് തന്നെ ഒരു ഫുൾ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ, അതായത് ഫ്രണ്ട് എലിവേഷൻ ഡിസൈനിൽ വരുന്ന കാര്യങ്ങൾ.
ഇതുപോലത്തെ പ്ലാനും 3D എല്ലാം ദിവസേന നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞിലി അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങളൊരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും.